നമസ്കാരം. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. അപ്പൊ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പിക്ചിയുടെ കൂടുതൽ വീഡിയോസ് കാണുമെന്നുള്ളത്. ഇന്ന് ഞാൻ ഇതിന്റെ ഒരു ഇന്റർഫേസുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പം ഇന്റർഫേസുകൾ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ സിമുലേറ്റർ എന്ന് പറയുന്നത്. നമ്മളൊരു കോഡ് എഴുതി കഴിഞ്ഞാൽ ഡിഫോൾട്ട് ആയിട്ട് നമുക്കത് ആഹ്, കാണാൻ പറ്റുന്ന, അതായത് ഡിസ്പ്ലേയിലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ഒരു വിൻഡോ ആണ് സിമുലേറ്റർ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ പിൻസിന്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. സ്കോപ്പ് എന്ന് പറഞ്ഞൊരു ഇത് അവൈലബിൾ ആണ്. ഇത് ഡേറ്റ മൂവ് ചെയ്യുന്ന സംഭവങ്ങൾ. അതുപോലെ നമുക്ക് ലോജിക് അനലൈസർ, നമുക്ക് ഈ ഡേറ്റ കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇവിടെ നമുക്ക് ഇപ്പോൾ ഒന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇത് ഏതാ, എന്ത് ഡേറ്റ ഏതാ അയക്കുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് കാണാൻ പറ്റും. അപ്പൊ സർക്യൂട്ട് ബീറ്റ എന്ന് പറയുന്നത് ഇതിനകത്ത് പോയാലാണ് ഇത് ഇവിടെ കാണിക്കുള്ളൂ. ഇവിടെ നമ്മൾ വയറിങ് ഇപ്പൊ പ്രോട്ടീസിലൊക്കെ ഉള്ള പോലെ വയറൊന്നും ചെയ്യണ്ട, നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് തന്നെ അത് വരും. പിന്നെ വയർ ചെയ്യുന്ന ഒരു മോഡൽ ഇതിനകത്തുണ്ട്, അത് ബെയർ മെറ്റലിനാണുള്ളത്. ബെയർ മെറ്റലിന്റെ സിമുലേറ്ററിൽ നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ വയർ ചെയ്യണം, പ്രോട്ടീസ് പോലെ തന്നെ. ഓക്കെ, അപ്പൊ അതൊന്ന് ക്ലോസ് ചെയ്യാം. അതുപോലെ നമുക്കിവിടെ സീരിയൽ മോണിറ്റർ അവൈലബിൾ ആണ്. നമുക്ക് സീരിയലിന്റെ കോഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ സീരിയൽ മോണിറ്ററിൽ ഇത് നമുക്ക് കിട്ടും. അതുപോലെ ഇത് നമുക്ക് ഇതാണ് പിക്വിയുടെ ഹോം എന്ന് പറയുന്നത്. സോറി, ഇതാണ് ഹോം. ഹോമിനകത്ത് നമുക്ക് പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാനും നേരത്തെ പ്രൊജക്ട് ഓപ്പൺ ചെയ്യാനും അതുപോലെ ബോർഡ് സപ്പോർട്ട് ചെയ്യുന്ന ബോർഡുകൾ കാണാനും, അതുപോലെ നമ്മുടെ ലൈബ്രറികൾ കണ്ട ഇതുപോലെ കണ്ടമാനം ലൈബ്രറി ഉണ്ട് ഇതിനകത്ത്. എനിക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ 161 ലൈബ്രറീസ് ഉണ്ട്. അപ്പം ഇതെല്ലാം സിമ്പിൾ ആയിട്ട് തന്നെ യൂസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നിലവിൽ ഇൻസ്റ്റാൾഡ് ആയേക്കുന്ന ലൈബ്രറികൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ, കണ്ടോ, ഇത് കണ്ടോ. ഇപ്പം സോഫ്റ്റ്വെയർ PWയും SHD1306ഉം ഇൻസ്റ്റാൾഡ് ആണ്. അതായത് ഈ ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന പ്രൊജക്റ്റിനകത്ത് ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്, ഇൻസ്റ്റാൾഡ് ആയെന്നുള്ള രീതിയിൽ. അപ്പൊ നമുക്കിവിടെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡേറ്റ ഷീറ്റ് എന്ന് പറഞ്ഞൊരു ഒരു ലിങ്ക് ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ കൺട്രോൾ പ്ലസ് ഇതിൽ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ, അതായത് മൈക്രോ ചിപ്പിന്റെ തന്നെ നേരെ സൈറ്റിലേക്ക് പോവും. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമ്മൾ തപ്പി നടക്കണ്ട, ഇന്ന ഇത് എവിടെയാണെന്നുള്ളത് തപ്പി നടക്കണ്ട. അതുപോലെ നമുക്കിവിടെ reference.md എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ട്. അത് ഏത് ഐ സി നമ്മൾ സെലക്ട് ചെയ്താലും അത് വരും. അതായത് ഈ ഐ സിയുടെ ഫുൾ ഡീറ്റെയിൽ ഇവിടെ എന്തൊക്കെയാണ്, ഏതൊക്കെ ഫംഗ്ഷൻസ് ആണ് വിളിച്ചാലാണ് എന്തൊക്കെ വർക്ക് ചെയ്യും, എല്ലാം ഇതിനകത്ത് ഉണ്ടാവും. അതുപോലെ നമ്മൾ ഓരോ ലൈബ്രറി യൂസ് ചെയ്യുമ്പോൾ, ലൈബ്രറി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതുപോലെ ഉണ്ട് സോഫ്റ്റ് PW_reference.md ഉണ്ടാവും. ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതെങ്ങനെയാ, അതിന്റെ ഫംഗ്ഷൻസ് എങ്ങനെയാണ് വിളിക്കുന്നത്, ആ ലൈബ്രറിയുടെ ഫംഗ്ഷൻസ് എങ്ങനെ വിളിക്കുന്നത്. ഇപ്പോൾ ഇതുണ്ട് SSD1306, ഇതിനകത്ത് ഏതൊക്കെ ഫംഗ്ഷൻസ് വിളിക്കുന്നത്, എന്തൊക്കെയാ ചെയ്യേണ്ടത്. അതുപോലെ നമുക്ക് ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊജക്ടിന്റെ റെഫറൻസ് പറഞ്ഞൊരു കണ്ടോ ഒരു ബട്ടൺ ഉണ്ട്. അതിൽ എക്സാമ്പിൾസ് ഉണ്ട്. അതായത് ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തേക്കുന്നത്. അതുപോലെ പിൻ മാപ്പ് എന്ന് പറയും. പിൻ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്